ഇന്ന് നമ്മൾ ബ്രെഡ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്കാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്രെഡ് പോപ്കോൺ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ബ്രെഡ് പോപ്കോൺ റെഡിയാക്കാനായിട്ട് ഒരു 3 പീസ് ബ്രെഡാണ് ഞാൻ എടുക്കുന്നത്. 3 4 എടുക്കാം കേട്ടോ. നമുക്ക് എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. ബ്രെഡിന് ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുക്കുകയാണ് വേണ്ടത്. ആ ഒരു പോപ്കോണിൻ്റെ സൈസിൽ എത്രയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വലുതാവേണ്ട, ചെറുത് തന്നെയായിരിക്കും കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ 3 പീസ് ബ്രെഡും ഞാൻ ഇതുപോലെ തന്നെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ ബ്രെഡിൻ്റെ പീസ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ചെറിയ തീയിലിട്ടിട്ട് ഒന്നങ്ങ് വറുത്തെടുക്കണം. അതായത് എണ്ണ ഓയിലൊന്നും ഇല്ലാതെ തന്നെ നല്ലത് ക്രിസ്പി ആയിക്കണം, നല്ല മുരിഞ്ഞ് കിട്ടുമല്ലോ ഈ ബ്രെഡ്. ആ ഒരു രീതിയിൽ നന്നായിട്ട് അങ്ങ് വറുത്തെടുക്കുക, ചൂടാക്കി എടുക്കണം. ഇടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ബ്രെഡ് ഒരു സൈഡിൽ മാത്രം ക്രിസ്പി ആവുകയും ചെയ്യും, ബാക്കിയുള്ളത് കറക്റ്റ് ആവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് കുറച്ച് നേരം ഇങ്ങനെ ചെറിയ തീയിലിട്ടൊന്ന് വറുത്തെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ കേട്ടോ, ഹൈ ഫ്ലെയിം വേണ്ട. കാരണം ബ്രെഡ് പെട്ടെന്ന് കരിയുകയും ചെയ്യും, കറക്റ്റ് ക്രിസ്പി ആയി കിട്ടില്ല. അപ്പോൾ അതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം വറുക്കുന്ന സമയത്ത് ഇതുപോലെ ആയി കിട്ടും. ഇതിൻ്റെ കറക്റ്റ് ആ ഒരു പാകം എന്ന് പറയുന്നത് നമ്മൾ കയ്യിലെടുത്തിട്ട് ഒന്ന് പൊടിച്ച് വെക്കുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ ആ ഒരു രീതി വരെ വറുത്തെടുത്താൽ മതിയാകും. എന്നിട്ട് ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒന്നങ്ങ് ചൂടാറുമ്പോൾ കുറച്ചുകൂടെ ക്രിസ്പിയായി കിട്ടിക്കോളും. ഇനി ആ ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്കൊരു 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഈ ഒരു പഞ്ചസാര പെട്ടെന്ന് ക്യാരമലായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല, ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത്. ഇതിനൊരു സ്പൂൺ വെച്ച് ഇളക്കൊന്നും വേണ്ട കേട്ടോ, ചെറിയ തീയിൽ അങ്ങനെ തന്നെ കിടന്ന് മെൽട്ടാവട്ടെ. പഞ്ചസാര ക്യാരമൽ നമ്മൾ കുറേ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും ഒന്നുകൂടെ പറയാം. എന്താണെന്ന് വെച്ചാൽ ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് കരിയിച്ചെടുക്കാനായിട്ട്. പിന്നെ ഇതിപ്പോൾ ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് എടുത്തുകൊണ്ടാണ് കേട്ടോ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞ പോലെ, കരിയല്ല വെൽട്ടായ പോലെ തോന്നുന്നത്. അതായത് നമ്മൾ പഞ്ചസാര ഇതിലേക്ക് ഇട്ടിട്ട് ഈ ഒരു രീതിയിലേക്ക് ആയി കിട്ടാൻ കുറച്ചൊരു സമയം എടുക്കും. എന്നാൽ ഇതുപോലെ ആയി അങ്ങ് പഞ്ചസാര അലിഞ്ഞ് വന്നാൽ പിന്നെ പെട്ടെന്ന് കളറ് മാറിക്കിട്ടും. അപ്പോൾ കണ്ടോ സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. അങ്ങനെ കളറായി വരുമ്പോൾ ശരിക്കും ചെറിയ തീയിലായിരിക്കും കേട്ടോ. അതായത് ഈ ഒരു പഞ്ചസാര ക്യാരമൽ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കരിഞ്ഞു പോകുകയും ചെയ്യും. അങ്ങനെ കരിഞ്ഞിരിക്കുന്ന പഞ്ചസാരയാണെങ്കിൽ നമ്മൾ എന്തുണ്ടാക്കിയാലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും വരിക. അപ്പം ഈ ഒരു കളർ മതി, ഇനി കൂടണ്ട. ഈ സമയത്ത് ഇതിലേക്കൊരു ഉപ്പില്ലാത്ത ഒരു ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരു പൊടി ഉപ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പിൻ്റെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ. നമ്മൾ ബ്രെഡിൽ ഓൾറെഡി ഉപ്പുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. എന്നിട്ട് ഈ ബട്ടർ മെൽറ്റ് ആവുന്ന വരെ നന്നായിട്ട് ചെറിയ തീയിൽ മിക്സ് ആക്കി എടുക്കുക. കറക്റ്റ് മെൽറ്റായി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസ് ഇതിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ കാരണം പഞ്ചസാര ക്യാരമൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇപ്പോൾ നമുക്ക് തോന്നും ഇതിലേക്ക് പഞ്ചസാര ക്യാരമൽ കുറവാണോ എന്നൊക്കെ, പക്ഷെ കുറവായിരിക്കില്ല കേട്ടോ. കാരണം ഒരുപാട് ഇങ്ങനെ ബ്രെഡിൽ കവർ ചെയ്തിരിക്കേണ്ട, കാരണം മധുരം കൊണ്ട് കഴിക്കാനായിട്ട് പറ്റില്ല. ലൈറ്റായിട്ട് ബ്രെഡിൻ്റെ അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു ക്യാരമലിൻ്റെ ടച്ച് വന്നാൽ മതി. അപ്പോഴത്തേനും നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടങ്ങ് മിക്സ് ആക്കി എടുക്കുക. ഇത് ചൂടോട് കൂടി തന്നെ ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ബട്ടർ പേപ്പർ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ചെറിയ പീസ് വെച്ചു എന്നേ ഉള്ളൂ. നമ്മൾ സാധാരണ സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഒരു അടപ്പിൻ്റെ മുകളിലേക്ക് മൊത്തത്തിൽ ഇങ്ങനെ പരത്തി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് പരത്തി ഇട്ട് കൊടുക്കുക, അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാത്ത രീതിയിൽ. ഇതിപ്പോൾ നമ്മളെടുത്ത് കഴിക്കുകയാണെങ്കിൽ അത്രയും ക്രിസ്പി ആയിട്ട് ഉള്ള പോലെ തോന്നൂല കേട്ടോ. ഒരു 5-6 മിനിറ്റ് ഇതുപോലെ തന്നെ ഇരുന്ന് ചൂടൊക്കെ ആറി ഒന്നങ്ങ് തണുത്ത് വരുന്ന സമയത്ത് എടുത്ത് കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി നല്ല ടേസ്റ്റും ആയിട്ടുണ്ടാവും. ഇതിങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അത്രയ്ക്ക് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബ്രെഡ് പോപ്കോൺ എന്ന് പറയുന്നത്. കുട്ടികൾക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് മധുരമുണ്ട്, എന്നാലും വല്ലപ്പോഴും മിഠായിക്കൊക്കെ പകരം വേണമെങ്കിലൊക്കെ കുട്ടികളെ പറ്റിക്കാനൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് കൊണ്ടുള്ള ഈസി റെസിപ്പിയാണ്. അപ്പം ഈ ഒരു രീതിയിലുള്ള സ്നാക്ക് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചെയ്ത് വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് വെക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്